Hello, hi, dear friends. അങ്ങനെ നമ്മളുടെ ഓണം സീരീസ് നമ്പർ 3 അല്ലേ, 3-ാം ഭാഗം എന്ന് പറയാം. ഓരോ വർഷവും ഓരോ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഓരോ ഓണം സീരീസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. ഓക്കെ, അപ്പോൾ സദ്യവട്ടങ്ങളുടെ പ്രധാനമാണ് കുറുക്ക് കാളൻ. കഴിഞ്ഞ വർഷത്തെ ഓണം സീരീസിൽ നമ്മൾ തൃശ്ശൂർ പോയി അമ്പിസ്വാമിയുടെ കുറുക്ക് കാളൻ കണ്ടിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മളുടെ LN ബ്ലോഗ്സിൻ്റെ ഇവിടുത്തെ ഈ കൊച്ചടുക്കളയിലെ കുറുക്ക് കാളൻ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറുക്ക് കാളൻ. ഓക്കെ, തുടങ്ങാം. അതായത് ചേന വേണം, പച്ചയത്തൻ, ഇത് രണ്ടുമാണ്. അപ്പോൾ ചേന ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് മുറിച്ചാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. ഈ ചേനയുടെ ആവശ്യം ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി മുറിച്ചതാണ്, അതായത് സാമ്പാറിലിടാൻ. അപ്പോൾ അതിൻ്റെ ബാക്കി വെച്ചിരുന്നു. അപ്പോൾ 1 കപ്പ് ചേന മുറിച്ചത്. അപ്പോൾ വലിയ ചതുര കഷ്ണങ്ങളാണ് വേണ്ടത്. ഇത് അത്രയും വലുതല്ല, ഇച്ചിരി കൂടെ ചെറുതാണ്, ആ ഒന്നിച്ച് കട്ട് ചെയ്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബിഗർ സൈസ് ഇങ്ങനത്തെ സ്ക്വയർ പീസസ് ചതുര. ഇനി ഒരു പച്ചയത്ത്, അതും വലിയ ചതുര കഷ്ണമായിട്ട് മുറിക്കും. അപ്പോൾ എന്തായാലും തുടങ്ങുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് തുടങ്ങാം. അതായത് നമ്മുടെ പച്ചയത്തക്കയിൽ എന്തായാലും കറി ഉണ്ടാകും. അപ്പോൾ കയ്യിൽ ആദ്യമേ ഇച്ചിരി വെളിച്ചെണ്ണ തടവിയിട്ട് ആകും. പിന്നെ മുറിച്ചിടുന്നത് കാടി വെള്ളത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ അരി കഴുകിയ വെള്ളം, ചോറ് വയ്ക്കുന്ന അരിയില്ല, ആ വെള്ളമാണെങ്കിൽ നല്ലത്. കഞ്ഞി വെള്ളത്തിലാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഈ രണ്ടും എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളത്തിൽ ഇടാൻ പോണു. എന്തായാലും കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. ഓക്കെ, ഏത്തക്ക ഇങ്ങനെ പൊളിച്ച് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് തൊലിയുടെ അംശം കൂടി ഇരിക്കട്ടെ, അതാണ് നല്ലത്. വലിയ കഷ്ണമായിട്ട് ഇങ്ങനെ മുറിക്കും, വലിയ ചതുര കഷ്ണം. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാമേ. നിങ്ങൾ ചെയ്യുമ്പോൾ കഞ്ഞി വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇനി ഒരു കൽച്ചട്ടിയിലാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇതാണ് നമ്മുടെ കൽച്ചട്ടി. ഇത് ഒരുപാട് സീസൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അത്യാവശ്യം നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് അത്ര കുഴപ്പമില്ല, ഇതിൽ തന്നെ ചെയ്യാം. ഓക്കെ, കുറച്ച് സീസൺഡാണ്. അപ്പോൾ ഏത്തക്ക കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക, വേറെ കുറച്ച് ഫ്രഷ് വെള്ളത്തിൽ. ഇനി നമ്മൾ കൽച്ചട്ടിയിലേക്ക് ചേന കഷ്ണങ്ങളാക്കിയത് 1 കപ്പ്, അതുപോലെ ഏത്തക്ക ഒരെണ്ണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതാണ് പ്രധാനം. എന്നിട്ടിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്കിനി വെള്ളം എന്ന് പറയുമ്പോൾ ഇത് 1 കപ്പ് മുതൽ എത്ര കപ്പ് വേണമെങ്കിലും, അതായത് ഇത്രയും കഷ്ണങ്ങൾ വെന്ത് ഏകദേശം വറ്റി കിട്ടണം. അപ്പോൾ ഈ പാത്രം, അതായത് നമ്മുടെ കൽച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടാണ്, അപ്പോൾ ചെറിയ തീയിലിട്ടാൽ മതി. പിന്നെ ചേനയുടെ വേഗ് പോലെ ഇരിക്കും. നല്ല വേകുന്ന ചേനയാണെങ്കിൽ പെട്ടെന്ന് അത് ഈ 1 കപ്പ് വെള്ളത്തിൽ തന്നെ ചേനയും കായും എല്ലാം വെന്ത് കിട്ടും. പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഞാൻ ഒഴിക്കുന്നു, കുറച്ച് അത്രയും പെട്ടെന്ന് വേകുന്ന ചേനയല്ല. ഇപ്പോൾ 1 കപ്പ് ഒഴിക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ തീ കുറയ്ക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യം മീഡിയം, പിന്നെ ലോ ഫ്ലെയിം. നമുക്ക് കുറച്ച് തേങ്ങയും കൂടി അരയ്ക്കാനുണ്ട്, അതിൻ്റെ കാര്യങ്ങളും കൂടി ഈ സമയത്ത് തന്നെ ചെയ്യാമല്ലോ. ഏതാണ്ട് ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയതെടുക്കാം. ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 3 പച്ചമുളക്. ഇത് എരിവിനനുസരിച്ച് ചിലപ്പോൾ വലിയ എന്താ പറയുക, ഭയങ്കര എരിവാണെങ്കിൽ അങ്ങനത്തെ മുളകാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ നിങ്ങളുടെ എരിവ് എത്ര വേണം അതനുസരിച്ച്. ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത്രയും പോരാ, കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. ഇപ്പം ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്, ഇനി വേഗട്ടെ. അരപ്പും റെഡി. ഇനി കുറച്ച് തൈര് വേണം, 2 കപ്പ്. അധികം പുളിയില്ലാത്ത തൈരാണ് എനിക്കിഷ്ടം, പക്ഷേ കാളനിൽ നല്ല പുളിയുള്ള തൈരാണ് സാധാരണയായിട്ട് ഒഴിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പുളിയുള്ള തൈര് തന്നെ എടുക്കുക. ഓക്കെ, നമ്മുടെ ചേനയും കായും കറക്റ്റ് നന്നായി വെന്തിട്ട് ആ ചാറെല്ലാം വറ്റി കഴിയത് നോക്കി
ഇങ്ങനെ വറ്റി കറക്റ്റായിട്ട് പാകത്തിന്. ഈ ഒരു സ്റ്റേജിൽ ഒരല്പം നെയ്യ് ചേർക്കുന്നത് വളരെ വളരെ നല്ലതാണ്. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, ബ്യൂട്ടിഫുള്ളി ഡൺ. ഉപ്പൊക്കെ നമ്മൾ ചേർത്താണ് വേവിച്ചത്. ആ നെയ്യും കൂടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒന്ന് വരട്ടിയതുപോലെ ആക്കിയെടുത്താൽ ഓക്കെ, പെർഫെക്റ്റ് ആകും. ഇനി ഇതിലേക്ക് തീ നല്ലോണം കുറച്ചിട്ടുണ്ട്. 2 കപ്പ് തൈര് ഞാൻ അളന്ന് വെച്ചാണ് ചേർക്കും. നമ്മുടെ കൽച്ചട്ടിയിലായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നന്നായി വെന്ത് കിട്ടിയിരിക്കുന്നത്. കാണാൻ തന്നെ എന്ത് ലുക്കായിരുന്നു. ഈ കുറുക്ക് കാളനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാത്രമാണ് ഇതുപോലെയുള്ള കൽച്ചട്ടി. ഇനി ഇതിപ്പോൾ 2 കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലിട്ട് തന്നെ തിളപ്പിച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. വറ്റിച്ച് ഏകദേശം ഒരു പകുതി ആകുന്നവരെ വറ്റിക്കാം. ഓക്കെ, 1 കപ്പ് ആകുന്നവരെ. 2 കപ്പിനെ 1 കപ്പാക്കി എടുക്കുക. അങ്ങനെ കുറുക്ക് കാളന് പറ്റിയ ഒരു കൽച്ചട്ടിയിൽ തന്നെ ചെയ്താൽ, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കൽച്ചട്ടിയൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുക, നല്ല യൂസ്ഫുള്ളാണ്. ചൂടായി കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഫാസ്റ്റ് കുക്കിംഗ് ആണ്, ഹെൽത്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഉപയോഗിക്കാൻ പറ്റിയ കാര്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അമ്പിസ്വാമിയുടെ അവിടെ പോയി കുറുക്ക് കാളൻ കണ്ടിരുന്നു, തൃശ്ശൂരുകാരുടെ കട്ടിക്കാള്. അത് സത്യത്തിൽ ഇങ്ങനെ ഇലയിൽ വെച്ചാൽ ഇങ്ങനെ അവിടെ ഇരിക്കും, അങ്ങനെയാണ് വേണ്ടത്. കുറുക്ക് കാളൻ കട്ടിക്കാളൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊടുകറി പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല പുളിയുള്ള തൈരിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം കുറച്ച് ടിപ്സൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ നെയ്യ് ചേർത്തത് അത് എല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെ കുറുകി വരുമ്പോൾ. പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ തൈര് ഒഴിച്ചാലും പിന്നെ നമ്മൾ എല്ലാവരും പേടിക്കുന്നൊരു സാധനമാണല്ലോ പൊതുവെ. പുളിശ്ശേരിയിൽ നമ്മൾ ചൂടോടുകൂടി തൈരൊന്നും ഒഴിക്കാറില്ല, പിരിഞ്ഞു പോകുന്നു. പക്ഷേ ഇതന്നെ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഈ തൈരിൽ കിടന്നിങ്ങനെ വറ്റി കുറുകി പിന്നെ ഇതിപ്പോൾ ഞാൻ 1 കപ്പായിട്ട് പകുതി, 2 കപ്പ് തൈരിനെ 1 കപ്പാക്കുന്നു. ഇനി അതിനെക്കാട്ടിൽ കുറുക്കണമെന്നുണ്ടെങ്കിലും ആകാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അരപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഇങ്ങനെ ടൈറ്റാക്കി എടുക്കുന്നു. അവിടെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അരപ്പിലൊരല്പം അരിപ്പൊടിയും കൂടി ചേർത്ത്, അതൊരു പൊടിക്കൈയായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കല്യാണ കേറ്ററിങ്സ്, അവിടെ ഒരുപാട് കേറ്ററിംഗ് വർക്ക് നടക്കുന്നതാണ് അമ്പിസ്വാമിയുടെ കേറ്ററിംഗ് യൂണിറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ടിപ്പായിരുന്നു അത്. അരിപ്പൊടി ചേർത്ത് ആ തേങ്ങ അരപ്പിൽ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇതിൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ട് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അരിപ്പൊടി ചേർക്കുന്നില്ല, അല്ലാണ്ട് തന്നെ ചെയ്യാൻ പോവാണ്. ഈ കുറുക്ക് കാളൻ്റെ റെസിപ്പി എൻ്റെ ഒരു 1, 2 ഓക്കെ എൻ്റെ 2nd ബുക്കിലാണ് ഉള്ളത്. വർഷങ്ങളായി. അപ്പോൾ ഈ കുറുക്ക് കാളനാണ് ഞാൻ അന്ന് തൊട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇപ്പം എനിക്ക് ശരിക്കും ഒത്തൻറ്റിക്കായിട്ട് ഇത് തൃശ്ശൂരാറുടെ കറക്റ്റ് കട്ടിക്കാളൻ എങ്ങനെയാണ് എന്നറിയാനും കൂടിയാണ് നമ്മളന്ന് അമ്പിസ്വാമിയുടെ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഐറ്റം കുറുക്ക് കാളനായിക്കോട്ടെ പറഞ്ഞു. അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണം സീരീസിലുണ്ട്, അത് നോക്കാം. ഇത് നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറുക്ക്. പെട്ടെന്നെന്ന് പറയുമ്പോൾ ഇത്രയും സമയം. ഓക്കെ, എത്ര കട്ടിയുള്ള തൈരാണെങ്കിലും ഇതിനകത്തേക്ക് ഇട്ടിങ്ങനെ ഇളക്കി അതിങ്ങനെ തിള വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ലൂസാകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പിന്നെ ലൂസായി വരും, പിന്നെ പെട്ടെന്ന് തന്നെ വറ്റി തുടങ്ങുകയും ചെയ്യും. ഒരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൽച്ചട്ടിയിൽ ഫുൾ തിള കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. കൽച്ചട്ടിയുടെ ചൂട് കൊണ്ടാണ്. തിളച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിച്ച തൈര് പിരിഞ്ഞൊന്നും പോവില്ല, ഒരു പേടിയും വേണ്ട. സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. സൂപ്പർ ദാറ്റ് ഈസ് ലൂസാകുന്നു പക്ഷേ പിരിയില്ല. നന്നായിട്ട് ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് ഇളക്കിയാലും മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം ഒഴിച്ചിട്ട് ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു തിള വരുന്നവരെ. ഓക്കെ, അത് കഴിഞ്ഞ് തിള വന്നു കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാലും മതി. അതവിടെ കിടന്ന് തിളച്ച് വറ്റി വരും. അങ്ങനെ നമ്മുടെ തൈരൊക്കെ പകുതിയായി വറ്റി. ആക്ച്വലി കണ്ടിന്യൂസ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇടയ്ക്കൊന്ന് വന്നിട്ട് തടിത്തവി ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വിടുക അടിഭാഗം, ഇങ്ങനെ അത്രേ ഉള്ളൂ. ഇനിയാണ് ഇത് നോക്കിക്കോളൂ, പാകം കണ്ടല്ലോ, ഈ രീതിയിലേക്ക് കുറുകി കഴിഞ്ഞു. തൈര് ഇപ്പോൾ നല്ല തിക്ക് 1 കപ്പായിട്ട് ചുരുങ്ങി. ഇനി നമ്മളുടെ അരപ്പ്, ഈ അരപ്പും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ആഹാ, നല്ല തിക്ക് കുറുക്ക് കാളനായി കഴിഞ്ഞു. ഇനി ഇതും കൂടി കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. ഈ അരപ്പും കൂടി പച്ചച്ചുവയെല്ലാം മാറണം, ഇതുമായിട്ട് നല്ല ബ്ലെൻഡ് ആകണം. ഇത് ഇച്ചിരി കൂടെ വറ്റിക്കണം എന്നുണ്ടെങ്കിലും ചെറിയ ഇതിലിട്ടിരുന്നാൽ മതി, വറ്റിക്കിട്ടും. പിന്നെ
ഇലയിൽ വെച്ചാൽ വെച്ചടത്തിരിക്കുന്ന രീതിയിലേക്ക് മാറും. എത്ര വേണമെങ്കിലും നമുക്ക് പറ്റിക്കാം, അത് നമ്മളുടെ ചോയ്സാണ്. കട്ടിക്കാളനാക്കി മാറ്റുന്നത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇനിയും വേണമെങ്കിലും ചേർക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ചേർക്കാം. ഒരല്പം കൂടി, ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ തിളക്കട്ടെ. അങ്ങനെ നമ്മളുടെ എന്താ പറയണ്ടേ, അടിപൊളിയായിട്ടുള്ളൊരു കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി താളിപ്പ് മാത്രമേ ഉള്ളൂ. താളിപ്പും വളരെ വളരെ സ്പെഷ്യലാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം ലാസ്റ്റ്. പക്ഷേ ഞാൻ എപ്പോഴും താളിക്കുമ്പോൾ അതിൽ മുഴുവനായിട്ട് ഉലുവ ഇട്ടാണ് താളിക്കുന്നത്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ 5 മിനിറ്റായി. ഈ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. ഇനി നമുക്ക് താളിക്കാനുള്ള പരിപാടി ചെയ്യാം. ഇപ്പുറത്തെ അടുപ്പ് കത്തിക്കാം. നമ്പൂതിരിമാരുടെയൊക്കെ കുറുക്ക് കാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്പിസമ്പി പറഞ്ഞാണെന്ന് ഇങ്ങനെ ചവറിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്നത്, അത്രയ്ക്ക് തിക്കാണ്. എന്തായാലും നല്ല കട്ടിക്ക് തന്നെയാണ് കുറുക്ക് കാളൻ ചെയ്യേണ്ടത്, കട്ടിക്കാളൻ. ഇനി ഇതിപ്പോൾ അത്യാവശ്യം തൈരിന് നല്ല പുളി ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ അറിയില്ല, അതിങ്ങനെ ആയി വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നമ്മളിനി താളിക്കുന്ന വിശേഷം പറയട്ടെ. അതായത് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് ചൂടാക്കി, ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, അത്ര ഇത് നമ്മുടെ കുറുക്ക് കാളനിലേക്ക് ഒഴിക്കും. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, ഒരല്പം നെയ്യും കൂടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കടുകിടാം, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് ചൂടായി റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ കുറുക്ക് കാളനിലാണ്. അത് കാരണം പ്രത്യേകിച്ചൊരു ടേസ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിലും വെരി ടേസ്റ്റി. ഇതങ്ങോട്ട് ഇലയുടെ ഒരറ്റത്ത് വയ്ക്കാം. ഓക്കെ, നമ്മുടെ പുളിശ്ശേരി മറക്കണ്ട. പുളിശ്ശേരി ഇരുന്നാലും കുഴപ്പമില്ല, കുറുക്ക് കാളനും കൂടി ഇരുന്നോട്ടെ. രണ്ടായിട്ട് കാണുക. നമ്മുടെ പുളിശ്ശേരി ഇങ്ങനെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ പുളിശ്ശേരി മസ്റ്റാണല്ലോ. പക്ഷെ ട്രിവാൻഡ്രം സദ്യ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കുറുക്ക് കാളൻ ഇഷ്ടപ്പെടും. ഒരു സൈഡിലൊരു കറി പോലെ വിചാരിക്കുക, തൊട്ട് കറി പോലെ. ഓക്കെ, അപ്പോൾ തൃശ്ശൂരുകാർക്കെല്ലാം കട്ടിക്കാളൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. വെരി ടേസ്റ്റി കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി നൈസ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണം സീരീസിലും ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുറുക്ക് കാളനെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇതൊരു കേറ്ററിംഗ് സ്റ്റൈലല്ല, ഒരു ഹോം സ്റ്റൈൽ. അപ്പോൾ സന്തോഷം. ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഓണം സീരീസ് തീർന്നിട്ടില്ല. നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം കേമമാക്കാം നമുക്ക്. അപ്പോൾ ഇനിയും വിഭവങ്ങൾ വരാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാം ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് എനിക്ക് തരിക, കമൻറ്റ് ബോക്സിൽ വന്ന് ധാരാളമായിട്ട് കാര്യങ്ങൾ പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത്, അതായത് ആദ്യമായിട്ടാണ് LN വ്ളോഗ്സ് കാണുന്നതെങ്കിൽ, ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.